ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഒരു എവിടാ പൈസ എന്തോ ഇതിന് നമ്മൾ പറയുന്നു. നമ്മൾ വന്നപ്പോൾ എന്തോ തോന്നുന്നു, സത്യം പറഞ്ഞ ഒരു ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മള് നമ്മുടെ വാവച്ചന്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ആ ബായിയുടെ ഫാമിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് വാവച്ചൻ പറഞ്ഞു വിട്ടയാണ് ഞങ്ങൾ. അപ്പം ഇവിടെ ഒരു 5 പോത്തുണ്ട്, എൻ്റെ വീഡിയോ ഒന്ന് പോയി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബായ്. ബായ് സലാം, നാം ക്യാ ഹൈ? ഇബ്രാഹിം. ഓ തുമാരാ ഹൈ പൂരാ? सेठ का. हाँ, अपन അവൻ്റെ മോലാളിയുടെ ആണെന്നാ പറയുന്നത്. ഓ കിतना पीस है? 5 पीस. ओ पूरा सेम एज है? नहीं, ये 5 मंथ है और ये 10 मंथ और वो 16 मंथ. ओ पूरा कब पकड़ेगा? वो सेम फार्म में पकड़ेगा, वो दूसरा वो लेके आएगा एक. माल नहीं, तुम क्या करेगा इधर, काम क्या करेगा? छोड़ देगा और इधर का क्लीनिंग. ഓ पूरा ये പറമ്പ് ക്ലീൻ करेगा, बाद में वो देखेगा. അപ്പം ഇവൻ്റെ മാലിക്ക് വേറെ ആളാണ്. അപ്പം കക്ഷിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമുക്കിതിനെയാണപ്പം ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവർ 5 പേരാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പോത്ത് ഇതാന്ന് തോന്നുന്നില്ലേ വെച്ചല്ലേ? അപ്പം ഇതിൻ്റെ തലക്കിടാവെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും വലിയ പോത്ത് ഏകദേശം ഇതാണ്. ഇതൊരു 10, 100, 125 കിലോ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ളതാണ്. പിന്നെ എല്ലാം അങ്ങോട്ട് ചെറുപ്പമാണ്. പിന്നെ അതിൻ്റെ ചെറുത് ഈ നീലിരവിയുടെ ക്രോസാണ്. അതൊരു 100 കിലോ താഴെ നോക്കിയാൽ മതി. ഇതും ആ നിൽക്കുന്ന കിടാവും ഏകദേശം സെയിം കിലോ തന്നെ ആയിരിക്കും. ഈ കിടാവ് ഇതൊരു അത്യാവശ്യം നല്ലൊരു ക്രോസ് കുട്ടിയാണ്. കണ്ടില്ലേ? പിന്നെ ഏറ്റവും ചെറിയ കിടാവ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ ഈ കിടാവ്, ചെറിയ കിടാവ്. അപ്പോൾ ഇവനിപ്പോൾ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തേക്കുവാണ്. ഇത് നമ്മൾ ആദ്യം കയറി വന്ന ഒരു വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം പേടി വന്നു. കാരണം ഇത്രയും വലിയൊരു പറമ്പിൽ ഇവൻ ഒറ്റയ്ക്ക്, ഞങ്ങൾ ഈ വീട് ഫുള്ള് റൗണ്ട് വെച്ചിട്ടാണ് ഇവനെ കണ്ടത്. ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഇവിടെ തന്നെ വെള്ളവും. ഇവർക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കാണിക്കേണ്ടതെന്ന് വെച്ചാലേ, ഇവർ പുല്ല് വളർത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ചെയ്തേക്കുന്ന ഹൈടെക് ആയിട്ടുള്ള രീതിയിലാണ്. ഇത് കണ്ട, ഏകദേശം ഈ പുല്ലുകളെല്ലാം 2 ഏക്കർ പോച്ചുള്ളത്. അപ്പം ഇതല്ലാതെ അപ്പുറത്ത് 2 ഏക്കർ പോച്ച മാത്രം ഉണ്ടെന്നാണ് അവനിപ്പോൾ പറഞ്ഞത്. അതെല്ലാം ഇതുണ്ട്, സ്പിന്നറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഫുള്ള് സ്പിന്നറൊക്കെ വെച്ച് പുൽകൃഷിയും. അത്യാവശ്യം നമ്മളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാമില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ തും दूसरा काम करेगा? नहीं, ओनली इधर का काम, इधर का देखेगा, कुक करेगा. हाँ. ओ मालिक का नाम സൈമൺ കൂരുവിള. ഓക്കെ, അങ്ങനെ കണ്ട അവൻ്റെ മുതലാളിയുടെ പേര്. അപ്പോൾ പുള്ളി നമുക്ക് അറിയത്തൊന്നുമില്ല. നമ്മൾ ആവച്ചൻ പറഞ്ഞ കെയർ ഓഫ് വന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എടാ ദൂസര പുല്ല് കിതറേ പുൽകൃഷി. കുറച്ചുകൂടെ ദൂരെ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ തും ഉദർമേം ഓ കട്ട് കരേगा ഓ പുല്ല് लेके इधर का पूरा फिनिश है? हाँ फिनिश है. अभी कितना टाइम रिटर्न हो आएगा? वो पूरा रिमूव करेगा, दूसरा डालेगा. ഓ ടീക്കരി. അതായത് ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യത്തില്ല, ഇവർ ഫുൾ അത് കളഞ്ഞിട്ട് പുതിയത് വെച്ച് പിടിപ്പിക്കുമെന്നാണ്. അപ്പം ഇവന്മാർക്കുള്ള പുല്ലും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെയൊക്കെ വെച്ച് തന്നെ ചെയ്യുകയാണ്. അത്യാവശ്യം കൊള്ളാം. ഓ ദൂസര ക്യാ ഹൈ ഇധർ? ദൂസര കൃഷി ഫ്രൂട്ട് ദേഖേഗാ? ജാതിയും കുരുമുളകും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞു ഈ ഒരു ഏരിയ നല്ല രസമുണ്ടെന്ന്. അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ഒരു നല്ല സ്ഥലം ഇല്ലേ? നല്ല ഏതോ പഴയ തറവാടാ. അവരുടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ജാതി കണ്ട, ജാതിയൊക്കെ ഉണ്ട് പീസായിട്ട്. ഇവൻ എവിടെയാണ് താമസിക്കുന്നത്? അന്തരേ അന്തർ അച്ഛ വരെ. ഓ ഇത് മറ്റേ ഇലിമ്പംപുളി. അതെ അതെ. എന്താ നമ്മൾ ഈ
ഇതൊന്നും വിളഞ്ഞിട്ടില്ല, ചെറിയ കാലായിട്ട്. ड्रैगन फ्रूट भी देखा, ड्रैगन ഡ്രാഗൺ ഫ്രൂട്ട് हाँ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ? दोनों साइड है। ആ അതെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ദൂസര വാഴക്കൃഷി ഈ നമ്പറിലൊന്നും വിളി. ഇങ്ങനെയുള്ള സംഭവം. ഇത് ഇവരുടെ ഇങ്ങോട്ടുള്ള വഴിയാണ്, അത്യാവശ്യം ഫാമിലിയൊക്കെയുള്ള വഴി പോലൊക്കെ. ये पेड़ है, ये ओ, साइड में भी ഓക്കെ वो मैंगो फ्रूट बोलता है। ഓ ആപ്പിൾ ചാമ്പ ഓ മാലൂം മാലൂം ഓ കൊക്കോ नहीं वो 200 पीस है। इधर सेल्स करेगा वो सामान ओ कुरुमुളക് जास्ती है इधर अभी रेडी नहीं है वो टाइम। हाँ हाँ फुल एक आदमी है इधर, हाँ? पूरा सामने। तुम कितना ईयर इधर? मेरा हो गया 10 years हो गया, है 5 years। 5 years से हो गए. ओ अच्छा. ओ मालिक का कब आएगा? वो tomorrow आया ना ले। कितना कितना दिन में आएगा? वो मालिक दूसरा वो तो आएगा नहीं। ओ मालिक का घर किधर है? नीचे घर नहीं मालूम, वो तिरुवल्ला। തിരുവല്ല. ഓ ഓ ദൂരെയല്ലേ. അപ്പോൾ ഇതൊക്കെയുണ്ട അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ പോലും मेरा नाम जिब्राइल और ये कत्तीपुल्ली तासी बाउंडेरी और नाले एकर उसमें खेती फ्रूट और अंचे पोत और मैं लेबर। തും ഈ പ്രോപ്പർട്ടിയിലുള്ളയാ ഇവനും ഇവന്റെ ഒരു 5 പോത്തും പിന്നെ ഈ കൃഷി ഏരിയ. എല്ലാം ഇവനാ നോക്കുന്നത്. नाले एकर तुम्हारा गाँव किधर है? मेरा गांव पश्चिम बंगाल। पश्चिम बंगाल. और उधर किधर है? ഇത് ടോട്ടൽ कितना प्रॉपर्टी है? 4 एकड़. इधर में 4 एकड़. इधर में 4 और बाकी उधर में 3 4 उधर में। ആ അപ്പത്തെ 7 ഏക്കർ നോക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ എത്ര പണിക്കാർ നിൽക്കണം ഇതൊക്കെ വൃത്തിയായിട്ടും നീറ്റായിട്ടും ഒക്കെ നോക്കണമെങ്കിൽ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് പണിക്കാർ സാലറി कितना है? അതൊക്കെ പറയുന്നത് മോശമല്ലേ. 24,500 രൂപ. അപ്പോൾ അക്കം ഫുഡ് 5% 5%. 5% ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഫുൾ ഇതിൻ്റെ അകത്തുനിന്ന് 5% ഇത് വരുന്നുണ്ട്. ആ പിന്നെ ഫുഡൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ फूड मेरा और गैस रूम उसका। उसका वो मालिक सामान तुम रेडी करेगा पकड़ेगा. हाँ। ഓ പിന്നെന്ത് പറയാനുള്ളത്? तुम शादी करेगा? नहीं नहीं नहीं. कितना एज है तुमको? 23। 23. ओ छोटा आदमी है. ठीक है वो अच्छा है. हम यूट्यूब में मैं डालेगा बाद में तुम देखो. അപ്പം നമുക്ക് ഇല്ലേ ഇവിടുത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു കാട് പോലത്തെ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു ആംബിയൻസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആംബിയൻസ് നമ്മളെ തികച്ചും അത്ഭുതപ്പെടുത്തി. നമ്മുടെ ഒരു നാടെന്ന് പറയുമ്പം കിഴക്കോട്ടൊക്കെ പോയാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ കറക്റ്റ് സ്ഥലം കാർത്തികപ്പള്ളിയിൽ ഇല്ലേ